ഇന്ന് രാവിലെ തന്നെ മക്കൾ പോയി കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞാണ് ഞാൻ കിച്ചണിലേക്ക് കയറിയത്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല കപ്പയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ നമുക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഫ്രഷ് ആയത്. ചെറിയ മാന്തയും മത്തിയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മാന്ത പൊരിക്കാനും മത്തി കറി വെക്കാനും കൂടി ആക്കി വെച്ചിട്ടുണ്ട്. ക്ലീനിങ്ങിനൊന്നും നിൽക്കാണ്ട് ഞാൻ ആദ്യം തന്നെ വേഗം ഉച്ചയ്ക്കുള്ള ഫുഡാണ് ഉണ്ടാക്കി വെക്കുന്നത്. അങ്ങനെ ഇതാ കറിയും പൊരിച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വാഴക്കൂമ്പ് വറുത്തതാണ്. വാഴക്കൂമ്പ് കിട്ടിയിട്ട് കുറച്ച് ദിവസമായി ഞാൻ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വറുത്തെടുക്കുകയാണ്. മക്കൾ രണ്ടുപേരും കഴിക്കൂല കേട്ടോ ഇങ്ങനത്തെ വറവൊന്നും. എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ദിവസമായിട്ടോ നമ്മളൊരാളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അത് ആരാന്നുള്ളത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഒരുവിധം ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഞാനിത് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. നമ്മളിന്നലെ കണ്ണൂരേക്ക് പോകുന്ന വഴിക്ക് വെച്ച് വെക്കുന്നത് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് ഈ മാങ്ങ. ഇന്നലെ കൊണ്ടായിട്ട് മിന്നൂസ് കാണാതെ ഞാൻ മാറ്റി വെച്ചതായിരുന്നു. പിന്നെ ഞാൻ ആ മാങ്ങ വാങ്ങിയ കാര്യം മറന്നുപോയി. പിന്നെ ഇന്നാണ് ഓർമ്മ വന്നത്. കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളക്കാൻ വെച്ച് ഞാനിത് അങ്ങനെ അടിച്ചു വാരുകയാണേ. അടിച്ചു വാരാനായിട്ട് അങ്ങനെ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്താലേ എനിക്ക് സമാധാനമാവുള്ളൂ. അങ്ങനെ ഇതാ എല്ലാ പണികളും തീർന്ന് ഞാനിതാ വരുന്നാളെ കാത്ത് നിൽക്കുകയാണ്. വന്ന ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ, നമ്മളെ മമ്മിയാണ്. കുറേ ദിവസമായിട്ട് വരുന്നുള്ള കാത്തിരിപ്പിലാണ് മിന്നൂസും തീയും. അപ്പോൾ ഇത് അങ്ങനെ ആളെത്തിയിട്ടുണ്ട്. പിന്നെ നമുക്കിതൊരു കൊറിയറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ അവിടെ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ ഓപ്പൺ ചെയ്യാണ്. ഇതാ പുറത്തേക്കൊരു മാറ്റായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി മാറ്റായിരുന്നു. അങ്ങനെ ഇതാ മമ്മി വന്നപ്പോൾ തന്നെ വേഗം ഫ്രഷ് ആകാൻ പോയി. ഞാനിതാ ഫുഡൊക്കെ എടുത്തു വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് സ്പെഷ്യലി. മമ്മി ഇതാ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ നടന്ന് വരികയാണ്. ഞാൻ പറയുകയാണ് കുറച്ച് തടിയൊക്കെ കുറഞ്ഞ് നല്ല സ്ലിം ആയിട്ടുണ്ടെന്ന്. മാഷാഅല്ലാഹ് ആൾ കുറച്ച് തടിയൊക്കെ കുറഞ്ഞ് നല്ല സ്ലിം ആയിട്ടുണ്ട്. പിന്നെ ഇതാ ചോറ് തന്നിട്ട് ഷെബിയും കൂടെ വന്നിരുന്നു. അങ്ങനെ ഇതാ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളൊരു കിടന്ന് എഴുന്നേക്കലൊക്കെ കഴിഞ്ഞ് പുറത്തിരിക്കുമ്പോഴാണ് ദിയ വരുന്നത്. മമ്മി വന്നത് ആൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പുറത്തന്നെ ഇരുന്ന് വർത്താനം പറയുമ്പോഴാണ് മമ്മി വന്നത് പറഞ്ഞത്. അപ്പം തന്നെ ഓടി അകത്തേക്ക് കയറി. പിന്നെ മിന്നൂസ് അറിയേണ്ടത് മമ്മി വന്നോന്നായിരുന്നു. ഒറ്റ ഓട്ടായിരുന്നു അകത്തേക്ക്. ഞാനും ഷെബിയും പുറത്തന്നെ ഉണ്ടായിരുന്നു. രണ്ടാൾക്കും നമ്മളെ വേണ്ട. ഓടിപ്പോയി മമ്മിയെ കെട്ടിപ്പിടിക്കുകയാണേ മിന്നൂസ്. മമ്മി വേഗം തന്നെ അവർക്ക് കൊണ്ടുവന്ന കിറ്റ് എടുത്ത് കൊടുത്തു. അതും കൊണ്ട് മിന്നൂസ് ഇത് ഹാളിലേക്ക് ഓടി വരികയാണേ. അടുത്ത് തന്നെ ദിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അവിടെ ഓരോന്നായിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കുള്ളത് വേറെ വേറെ ഓഹരി വെച്ച് എടുക്കുകയാണ്. ഒരുപാട് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മിന്നൂസ് ഇത് അവർക്ക് വേണ്ടതൊക്കെ പൊറുക്കി എടുക്കുകയാണ്. നമ്മൾ കുറേ ദിവസമായിട്ട് ഇലയുടെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇലയുടെ. അപ്പം ഞാനിതാ ചായക്ക് ഇലയുടെ ഉണ്ടാക്കുകയാണ്. മമ്മിക്ക് ചായ കുടിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മളെ കാത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഇതാ ഞാൻ വേഗം തന്നെ ഇലയുടെ ഉണ്ടാക്കി. അപ്പോഴത്തേക്കും മക്കൾ രണ്ടാളും പോയി ഫ്രഷായി വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിത് അങ്ങനെ ചായ കുടിക്കാൻ ഇരിക്കുകയാണ്. ഷെബിക്ക് അർജൻറ്റായിട്ട് ടൗൺ വരെ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ചായ കുടിച്ച് നേരത്തെ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. വരുമ്പോൾ ഇതാ സാധനമൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമുക്കിത് ചായക്ക് കടിയായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മളിതാ ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.